രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള കേസിലെ അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തും. മനം നിറയും വിഭവങ്ങളുമായി ജനയുഗം ഓണപ്പതിപ്പ് വിപണിയിൽ. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിലെ അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തുവാൻ നീക്കം. ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ADGP H വെങ്കടേഷാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. DYSP C ബിനു കുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസിൽ സൈബർ വിദഗ്ധരെ കൂടി പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനം നിറയും വിഭവങ്ങളുമായി ജനേകം ഓണപ്പതിപ്പ് വിപണിയിൽ. ചീഫ് എഡിറ്റർ ബിനോയ് വിശ്യം കവി കുരീപ്പുഴ ശ്രീകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് N രാജൻ അധ്യക്ഷത വഹിച്ചു. എഡിറ്റർ രാജാജി മാത്യു തോമസ്, CP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ എംപി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ മാനേജർ ജോസ് പ്രകാശ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഡിറ്റർ അബ്ദുൾ ഗഫൂർ നന്ദിയും പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. സംഘടനയുടെ അഭിഭാഷകന്റെയും സർക്കാരിന്റെയും വാദങ്ങൾ കേട്ടാണ് ജസ്റ്റിസുമാരായ ദേവേന്ദ്രകുമാർ ഉപാധ്യായ, തുഷാർ റാവു എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജിയുടെ സാധുത സംബന്ധിച്ച വിധി പറയാനായി മാറ്റിയത്. 2022 സെപ്റ്റംബർ 27 പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും 9.12 ഗ്രാം തൂക്കം വരുന്ന ഹാഷിഷ് ഓയിലും ബീഡികളും കണ്ടെടുത്തു. മോഷണക്കേസിന് ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി തിയോഫിന്റെ കയ്യിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. കയ്യിൽ പോക്കറ്റ് ഘടിപ്പിച്ച് ചെറിയ 2 ഡെപ്പകളിലായാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് സംഘർഷങ്ങൾ നിലനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്കും ചൈനയിലേക്കും ദ്വിരാഷ്ട്ര സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. താനൊരു ബിരുദധാരിയല്ലെന്നും അതിൽ ലജ്ജിക്കുന്നില്ലെന്നും നടൻ പ്രകാശ് രാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിവാദങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു എക്സ് പോസ്റ്റിലൂടെ നടന്റെ പരിഹാസം. പൊതുജനങ്ങൾക്കും പ്രധാനമന്ത്രിക്കും അയച്ച പൊതു നോട്ടീസ് എന്ന് കാണിച്ചായിരുന്നു പ്രകാശ് രാജിന്റെ പോസ്റ്റ്. ആഗോള അയ്യപ്പ സംഗമത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ളതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ശക്തമായ മഴയും തുടരുകയാണ്. കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിൽ. ചുരത്തിലൂടെ ഒഴുകുന്ന ചാലുകളിൽ പലയിടത്തും നിറവ്യത്യാസമുണ്ട്. മേഖലയിലെ ദ്രവിച്ച പാറകളാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് ജിയോളജി ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്തെ തൊഴിൽ മേഖല കടുത്ത ആശങ്കയിലായി. 50% ഇരട്ടി തീരുവ തിരിച്ചടിയാകുന്ന കയറ്റുമതി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ രംഗങ്ങളും ഭീഷണിയിലാണെങ്കിലും വലിയ വെല്ലുവിളി ഉയരുന്നത് സമുദ്രോൽപ്പന്ന, സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലകളിലാണ്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.